ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് എവിടെ പോവാ? നമ്മളിന്ന് കെലമ്പക്കം പോവാണ്. നമ്മൾ അവൾക്കൊരു കൊറിയർ എന്തോ കൊടുക്കാനും ഇവയിൽ. പിന്നെ എനിക്കൊരു ചെരുപ്പ് നോക്കാനുണ്ട്. പിന്നെ ചുമ്മാ ഇങ്ങനെ പുറത്തിറങ്ങാം. അപ്പം നമ്മളിപ്പോൾ ഫ്ലാറ്റിൻ്റെ താഴെ വന്നേക്ക് ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ടൊക്കെ പയ്യെ പോകുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഞാനിന്ന് വന്നിട്ട് ശരിക്കും ഇപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങണേ, ചെന്നൈയിൽ വന്നിട്ട്. അപ്പം ഞാൻ കാണിച്ചു അവളവിടെ ആരോടും ഉണ്ട് വെയിൽ. ഇവിടെ നിറച്ച് കുരങ്ങന്മാരൊക്കെയാണ്. നമ്മളൊരു അമ്പലത്തിൽ വന്നേക്കപ്പം, സായിബാബേൻ്റെ അമ്പലം. ഇപ്പൊ ചത്തന. ഓ, ഇപ്പൊ മറ്റേ മഞ്ഞുമൽ ബോയ്സ് മാതിരിയായന്. ഞാനും നമ്മുടെ ആണെങ്കിൽ ഇപ്പം നമ്മൾ പോയ കാര്യമൊന്നും നടന്നില്ല, ഇവളുടെ കാര്യമൊന്നും നടന്നില്ല. ഞാൻ ചെരുപ്പ് നോക്കി, പക്ഷെ എനിക്ക് സിൽവർ കളർ കിട്ടിയില്ല. അപ്പം നമ്മൾ വാങ്ങിയില്ല. അപ്പം നമ്മൾ വേറെ സ്ഥലത്ത് നാളെ പോയി നോക്കും. പിന്നെ നമ്മളിങ്ങോട്ട് തിരിച്ച് വന്ന് കേരളം പോലെയല്ല. ഒന്നാമത് ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് തീരെ ബോധമില്ല. പിന്നെ വഴി നിറച്ച് ചെളി. പിന്നെ നമ്മൾ പാനിപ്പൂരി കഴിച്ച്, അത് അതിലും കോമഡി. ഭയങ്കര എരിവായിരുന്നു. മറ്റേ നമ്മുടെ അവിടെ ഒരു മധുരമുള്ള കിട്ടുക, ഇതങ്ങനെയല്ല. നമ്മൾ തിരിച്ചിപ്പോൾ ഫ്ലാറ്റിൽ വന്ന് ഇനിയിപ്പോൾ നാളെ എന്തായാലും പോകണ്ട്. നാളെ കിട്ടുമായിരിക്കും. ഇപ്പം മേളിൽ പോയിട്ട് തനുവിനെ കാണിച്ചു. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പോവാ. എന്നിട്ട് നല്ല സാഹചര്യമാണ്, നമ്മൾ റീലൊക്കെ എടുക്കും. അതെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമുക്കൊരു ചോക്ലേറ്റ് ഇട്ടിട്ട് അത് കഴിക്കും. പിന്നെ ആ ഡയറി മിൽക്ക് ബ്രൗണി പുതിയത് ലോഞ്ച് ആയത്. അതാണ് അതന്നെ. ഒരു സാഡ് ഇത് ന്യൂസ്, ഞങ്ങൾ മുകളിൽ കയറി, പക്ഷേ അപ്പം നമ്മൾ ഇവിടെ നിൽക്കാതെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ട ഇത് ഉപ്പ് കടൽ വെള്ളം ഉപ്പാക്കണ മറ്റേ സ്ഥലമാണ്. അപ്പം നമ്മളിനി താഴെ പോകാമെന്ന് വെച്ചു. അവിടെ ഇവിടെയൊക്കെ പോകണം ഗൈസ്. അവിടെ സ്വിമ്മിംഗ് പൂള്, ഇവിടെ ഇങ്ങനെ. ഞാൻ ഉണ്ടാക്കിയ മുട്ടക്കറി കൂടിപ്പോയാ? ഇതെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കണ? മുളക് കുറച്ചിട്ടാ മതിയെ, എനിക്കല്ലെങ്കിൽ എരിയും. ചപ്പാത്തി. അയ്യോ എടി, അത് ചപ്പാത്തി നമുക്ക് തെറ്റിപ്പോയോന്നൊരു ഡൗട്ടില്ല. പണി പറ്റി ഒരു പേടി. മിക്കവാറും നമ്മൾ അതുവരെ ചപ്പാത്തി പരത്തി റൗണ്ട് ആവണല്ലോ, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളപ്പോ ആദ്യമായിട്ട് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മുട്ടക്കറി ഒക്കെ ഉണ്ടാക്കി. ആരോ ഉണ്ടാക്കിയ കറി ഞാൻ ഇളക്കി. അല്ല, ഇളക്കണതിനാണ് മെയിൻ. അല്ല, നമ്മളിങ്ങനെ സവോളയൊക്കെ ഇട്ടോണ്ട് ഇളക്കി, പിന്നെ തക്കാളി ഇട്ട് ഇളക്കി. ഇളക്കിയതുകൊണ്ടാണ് ആ കറി ഇത്രയും നന്നായത്. അതെ, കളർ നോക്ക്. കളർ പൊടിയുടെ അല്ല കേട്ടോ, ഞങ്ങൾ തവി കൊണ്ട് ഇളക്കിയതിന്റെയാണ്. പിന്നെ ഞാൻ ഉണ്ടയാക്കിയ ചപ്പാത്തിന്റെ നല്ല ചപ്പാത്തിയാ. ശരിക്കും നല്ല റബ്ബർ ഷീറ്റ് പരത്തണ പോലെ ഉണ്ട്. വടക്കോട്ടൊന്ന് പരട്ടിയാ തെക്കോട്ടേക്ക് പോകുന്നത്. പിന്നെ ചുളിവുകളും ഇതും ഒക്കെ വേണമെങ്കിൽ ഹൈഡ്രോ ഫേഷ്യൽ ചെയ്യേണ്ടി വരുന്ന തോന്നണേ. എന്തായാലും ബാക്കി റിസൾട്ട് കഴിച്ചതിന് ശേഷം പറയാം. നല്ല ഇത് കണ്ട, അത് സയാമീസ് ഇരട്ടകളെ പോലെ ഒന്നീന്ന് എടുത്ത 4 എണ്ണം കൂടെ വരും. ഒന്ന് വാങ്ങണ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഒരു ഉണ്ട എടുത്ത് അതിന്റെ കൂടെ മറ്റൊരു ഉണ്ട വരും. അത് എളുപ്പപ്പണിക്ക് ചെയ്തേക്കണതാ ഞാൻ. ഉപകാരാവൂലോ. അതെ, എളുപ്പപ്പണി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്കാണ് പണി മൊത്തം. ആയിക്കോട്ടെ.
കണ്ട ഇതാ ഞാൻ പണിയെടുക്കാത്ത. നന്നായി. വേറെ പിന്നെ നല്ല അടിപൊളി ചപ്പാത്തി, അടിപൊളി മുട്ടക്കറി. ഓ എനിക്ക് വയ്യ. നമ്മൾ ഇന്ന് ടി നഗറിൽ പോവാണ്. അപ്പം ഞാനും സന്ധ്യ ചേച്ചി സോനുവും കൂടെയാണ് പോണത്. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വാങ്ങാൻ. പിന്നെ ബാംഗ്ലൂർ കൊണ്ടുപോകാനുള്ള എന്താ സാധനം, ഇൻഡക്ഷനും സോസ് പാനും അതൊക്കെ വാങ്ങാൻ. ഒന്നും ഉണ്ടാക്കൂല. ഒരു അലങ്കാരം. ചപ്പാത്തിയുടെ കഥ മാത്രം പറയരുത്. രാവിലെ ഞാനത് റബ്ബർ ഷീറ്റ് പോലെ പരത്തിയത്. അപ്പം അതെ. അപ്പം നമുക്കിനി ഭയങ്കര വെയിൽ അവിടെ എത്തിയിട്ടാണ് ഗായ്സ്. നമ്മൾ ഇത് വാങ്ങാത്ത ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവാം. പിന്നെ ഒരു സാധനം കൂടെ വാങ്ങണം. നമ്മളിപ്പോൾ ടി നഗറിൽ വന്നേക്കാം. ഭയങ്കര തിരക്കാന്നൊക്കെ വെച്ചാൽ മെട്രോന്റെ പണിയും കൂടി നടന്നിട്ട് ഭയങ്കര തിരക്കാ. മെട്രോ പണി നടക്കണം, നമുക്ക് നടക്കാൻ വയ്യ. ആന്നേ, എന്തൊരു തിരക്കാ. പിന്നെ എനിക്കാണെങ്കിൽ ഭാഷ അറിയാത്തതിന്റെ കുഴപ്പം. എന്നിട്ട് നമ്മള് അതെ ചേച്ചിയുള്ളവരെ രക്ഷപ്പെട്ടു. പിന്നെ ഞാനൊരു ഡ്രസ്സ് വാങ്ങി, ചേച്ചി ചുരിദാർ വാങ്ങി. ഇങ്ങനെ ടോപ്പ്, അതെ കുർത്തേൻ്റെ ടോപ്പ് കറക്റ്റാ. അപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറിയേക്കാം. സോനു ചിക്കൻ 65 ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പം നമ്മളിന്ന് മറീന മാളിൽ പോവാണ്. നമ്മുടെ അപ്പം അയ്യോ എസ്കലേറ്റർ ഈ സാധനത്തിന് വെച്ചാൽ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര ഒച്ച. ഗൈസ് നമ്മളിപ്പോൾ ഓട്ടോയിലാണ്. ഓട്ടോ ഫുൾ നീലമയം. അതാണ്. അയ്യോ അതവിടെ പോയി നീലവട്ടം ഓഫാക്കിയത്. എവിടെ അവളെ കാണാൻ? അതെ അതെ. അവള് 5 കിലോന്റെ ഡമ്പൽ വെക്കാൻ പോകും. എവിടെ പോവാ? ചേച്ചി എവിടേക്കാ? എത്ര കിലോ? 7.5. പൊക്ക്. കൊള്ളാം, നല്ലതായിരുന്നു. നമ്മളപ്പോൾ എന്തൊക്കെ വാങ്ങി? 2 കമ്മൽ വാങ്ങി, പിന്നെ കുറച്ച് വെള്ളമൊക്കെ വാങ്ങി. അതെ, സോഫ്റ്റ് ഡ്രിങ്ക്സ്. പിന്നെ നമ്മൾ ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ. എവിടെ ഫുഡ് കഴിക്കാൻ പോണേ? ചെന്നൈ റെസ്റ്റോറന്റ്. അതെ, ചെന്നൈയിലല്ല, OMR ഫേമസ് മലയാളി റെസ്റ്റോറന്റ്. അവിടെ ഗൈസ് ഇതാണ് ട്രാവൻകൂർ കേരള റെസ്റ്റോറൻറ്റ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മളൊക്കെ ക്യൂ നിൽക്കുക.
ഗൈസ് നമ്മളിപ്പോ ട്രാവൻകൂറിൽ വന്നേക്കാണ്. ട്രാവൻകൂർ ചെട്ടിനാടിന്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ചെട്ടിനാട് ഹോസ്പിറ്റൽ. പൊറോട്ടയും ബീഫ് റോസ്റ്റ്, ചിക്കൻ ഗീ റോസ്റ്റ്. ചിക്കൻ മാംഗ്ലൂർ ഗീ റോസ്റ്റ്. അതെ, ചിക്കൻ മാംഗ്ലൂർ ഗീ റോസ്റ്റ്. അച്ചാറും തൈരും ഉണ്ട്. ഗൈസ് നമ്മളപ്പോൾ കുറേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. നമ്മൾ എന്തൊക്കെ കഴിച്ചു? ഞാൻ പറയാം. പൊറോട്ടയും ബീഫ് റോസ്റ്റും, പിന്നെ പൊറോട്ടയും ചിക്കൻ മാംഗ്ലൂർ ഗീ റോസ്റ്റ്, പിന്നെ ചിക്കൻ ബിരിയാണി, പ്രോൺ ബിരിയാണി, എല്ലാം കേരള സ്റ്റൈൽ. പിന്നെ മീൻ വറുത്തത്, പിന്നെ വേറെ എന്തായിരുന്നു? അത്ര നമ്മൾ കഴിച്ചു. പിന്നെ സ്പ്രൈറ്റ് പോലത്തെ ഒരു സംഭവം. എന്നിട്ട് വയറൊക്കെ ഫുള്ളായി. നല്ല മീൻസ് എന്താ കേരള സ്റ്റൈലിൽ ആയിരുന്നു. ഹോട്ടലിന്റെ പേര് ട്രാവൻകൂർ. അവിടെ ആകെ 7 ടേബിളാ എത്ര കണ്ടുള്ളൂ. എന്നിട്ട് ആൾക്കാരൊക്കെ ഒന്ന് ക്യൂ നിൽക്കും. പക്ഷെ നല്ല. എന്നിട്ട് നമ്മളിപ്പോ വയറൊക്കെ സ്റ്റാർട്ട് ആവും. അതെ, രാത്രി 11:30 ചെന്നൈയിലുള്ളവർക്കൊക്കെ പോവാം. എന്നിട്ട് നമ്മളിപ്പോ ഫ്ലാറ്റിലെ താഴെ വയറൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇറങ്ങിയേക്കാം. ഇപ്പൊ ഞാൻ നാളെയും കൂടി ഇവിടെ ഉള്ളൂ. അതിന്റെ വിഷമത്തിലാണ് ഇവർ. ഒരേ സിംഗിള് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ നാളെ പൂളിൽ ചാടും, ഫോട്ടോ എടുക്കും, അതൊക്കെ കാണിച്ചു. ഗൈസ് നമ്മളിപ്പോ തിരിച്ച് വീട്ടിൽ പോവാണ്. ഞാൻ ബാംഗ്ലൂർക്കാണ്. അപ്പൊ ഇനി ഇവരെ വീക്കെൻഡിൽ കാണുമ്പോ വരെ തിരിച്ചിതില് വരും. പോയി വിചാരിക്കല്ലേ. വേഗം നോക്കിക്കോണേ, നല്ലോണം കഴിച്ചു.